നമസ്കാരം. ജോസഫ് അന്നംകുട്ടി ജോസിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജോസഫിൻ്റെ പുതിയ പുസ്തകം ആരും കാണാത്ത യുദ്ധങ്ങൾ ഫെബ്രുവരി മാസം 14-ാം തീയതി റിലീസാവുകയാണ്. മാതൃഭൂമി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രീ ബുക്കിംഗ് കാ ഫെസ്റ്റിവലിൽ വെച്ച് ആരംഭിച്ചു കഴിഞ്ഞു. മാതൃഭൂമി ബുക്സിൻ്റെ ഓൺലൈൻ പേജിൽ ആർക്കും പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. സ്വാഗതം. താങ്ക് യു. 4 വർഷത്തിന് ശേഷമാണ് പുതിയ പുസ്തകം വരുന്നത്. 2 ബെസ്റ്റ് സെല്ലിംഗ് ബുക്കുകൾ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു പുസ്തകത്തിന് ഈ 4 വർഷത്തെ കാലതാമസം വരുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒന്ന്, ഞാൻ എഴുതിയ പുസ്തകങ്ങളെല്ലാം തീവ്രമായ അനുഭവങ്ങളിൽ നിന്ന് വരുന്ന പുസ്തകങ്ങളാണ്. ഒരു വർഷത്തിൽ ഒരുപക്ഷെ ഒരു 100 അനുഭവം ഉണ്ടായാൽ അതിനകത്തൊരു 15-16 അനുഭവങ്ങളാണ് കുറെ കൂടി നമുക്ക് ഉപകാരപ്പെടുന്നതും ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് ഉപകാരപ്പെടുന്നത്. ഈ 4 വർഷം കാത്തിരിക്കുമ്പോൾ ഒരു 400 അനുഭവങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് കണ്ടെത്തി അതിനെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. ഏറ്റവും തീവ്രമായ അനുഭവങ്ങൾ. അതായത് ഒരു 300 രൂപ കൊടുത്ത് 250 രൂപ കൊടുത്ത് ഒരാൾ പുസ്തകം വാങ്ങിക്കുന്നു. അപ്പോൾ പൈസയുടെ ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു ബുക്ക് വായിച്ചു തരാൻ ഒരു സമയം എടുക്കുമല്ലോ. ഇത്രയും വേഗതയുടെ ലോകത്തിൽ അത്രയും സമയം എനിക്ക് വേണ്ടി അവർ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടണം എന്നുള്ളൊരു സ്നേഹം നിറഞ്ഞ ഭാഷയിൽ നിന്നാണ് ഈ സമയം എടുക്കുന്നത്. പിന്നെ കഥകൾ പലതും വന്നു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിന് ഒരുപാട് സമയം പോകാറുണ്ട്. കാരണം നമ്മൾ ആദ്യം ഫസ്റ്റ് തോട്ടാണ് എഴുതി വയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ ആലോചിക്കും ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കേണ്ടതുണ്ടോ, ഇതിൽ ചില മിസ്സിങ് പീസസ് ഉണ്ടോ, എന്തെങ്കിലും കാര്യം വെച്ച് കണക്ട് ചെയ്താൽ ഇത് കുറച്ചുകൂടി ഭംഗിയാവുമോ, അങ്ങനെയുള്ള ആലോചനകൾക്കൊക്കെയാണ് 1 വർഷം തന്നെ പോകുന്നത്. പിന്നെ പ്രിയപ്പെട്ടവർക്ക് വായിക്കാൻ കൊടുക്കും, അമ്മയ്ക്ക് വായിക്കാൻ കൊടുക്കും, സുഹൃത്തുക്കൾക്ക് കൊടുക്കും, ലിറ്ററേച്ചർ പഠിച്ചവർക്ക് വായിക്കാൻ കൊടുക്കും. പിന്നെ നമ്മുടെ മാതൃഭൂമിയുടെ ഒരു 3 റൗണ്ട് പ്രൂഫ് റീഡിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 4 വർഷം ആവുന്നതാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ പ്രധാനമായും നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഫെബ്രുവരി 14-ാണ് റിലീസ് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആളുകൾ പ്രണയം എന്ന് വിചാരിക്കും. ഈ ആരും കാണാത്ത യുദ്ധം, പ്രണയം തന്നെ വലിയൊരു യുദ്ധമാണെന്ന് പ്രണയിച്ചവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും. യുദ്ധം എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാത്തിലും ഉണ്ടല്ലോ. ഈ ഫെബ്രുവരി 14 പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയൊന്നും ഈ ബുക്കുമായി ബന്ധപ്പെടുത്തി ഇല്ല. കാരണം നമ്മുടെ എല്ലാം കഴിഞ്ഞ് പ്രൂഫ് റീഡിങ് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ദിവസം കിട്ടിയത് ഫെബ്രുവരി 14-ആണെന്ന് മാത്രം. പിന്നെ ഈ അനുഭവങ്ങൾ എഴുതുന്നത് കൊണ്ട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നുള്ളതോ ശരി തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ കഥ പോലും ഒരു ബ്രേക്കപ്പിൻ്റെ സ്റ്റോറിയാണ്. അതെൻ്റെ തന്നെയാണ്. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് നമ്മളിങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാളിൽ തന്നെ ഉത്തരങ്ങൾ സ്വയം കണ്ടെത്തി ജീവിക്കാനൊക്കെ പറ്റും, ഭാഗ്യം ചെയ്തവർ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ അയാൾക്ക് നല്ല വിവരമുണ്ടല്ലോ. പക്ഷെ നമ്മൾ നിസ്സഹായരാണെന്നും നമ്മൾ പറഞ്ഞതൊന്നും നമ്മളെ സഹായിക്കുന്നില്ലെന്നും നമ്മൾ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് സഹായമായത് നമ്മളെ സഹായിക്കുന്നില്ലെന്നുള്ളൊരു ഭയങ്കര ഭീകരമായ തിരിച്ചറിവുണ്ടായൊരു സംഭവമാണ്. സ്വന്തം അനുഭവങ്ങളും കൂടിയാണ് ഈ പുസ്തകത്തിൽ. അതെ, ഇതിനകത്ത് എൻ്റെ അനുഭവങ്ങളുണ്ട്. എല്ലാ കഥകളിലും ഞാനുണ്ട്. അത് ചിലത് ഞാൻ ഏറ്റുപറഞ്ഞ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ചിലത് എന്നോട് വളരെ പ്രൈവറ്റായിട്ട് വന്ന് പറഞ്ഞ് താനിത് എവിടെയെങ്കിലും ആരോടെങ്കിലും പേരും ഊരും മാറ്റി പറയണം, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ് കുറേ മനുഷ്യർ കൺഫസ് ചെയ്തതുമായിട്ടുള്ള കഥകളാണ് ഇതിനകത്തുള്ളത്. ഈ ആരും കാണാത്ത യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓരോ മനുഷ്യൻ്റെ മനസ്സിലും പലതരം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അത് മറ്റുള്ളവരെ അങ്ങനെ ഇല്ല എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. അപ്പോൾ ഈ യുദ്ധങ്ങൾ എങ്ങനെ ജയിക്കും എന്നുള്ളത് പ്രശ്നമാണ്. ചിലപ്പോൾ ചില ആളുകൾ ആ യുദ്ധത്തിൽ വീണ് പോവാം, ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ആളുകളുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? അതായത് ചില അനുഭവങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്ന അനുഭവങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ പ്രണയം തകർച്ചയിൽ ആകെ അലഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഗുരുതുല്യനായൊരു ആളെ പോയി കാണുന്നു. പ്രിയപ്പെട്ട ഗുരുവാണ് എൻ്റെ. അദ്ദേഹത്തോടൊപ്പം നമ്മളൊരു 2 റൗണ്ട് ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ഒരു മണിക്കൂർ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ അതുവരെയുണ്ടായ വേദനയുടെ മുകളിൽ ഇങ്ങനെ വീശുന്ന പോലെ ഒരു തണുപ്പ് അനുഭവപ്പെടാം. മുറിവ് ഉണങ്ങുന്നില്ല ഇമ്മീഡിയറ്റ്ലി, പക്ഷെ ആ വീശലിൽ മുറിവ് ഉണങ്ങുന്നതിൻ്റെ വേഗത കൂടുന്നതായിട്ട് ഞാൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരം അനുഭവം എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതേ അനുഭവമുള്ള എത്ര ആയിരക്കണക്കിന് മനുഷ്യരാണ് എന്നെ നേരത്തെ വന്ന് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു വന്ന എത്രയോ മനുഷ്യർ ചുറ്റിലും ഉണ്ടാവും. എനിക്ക് കിട്ടിയ ഈ കാറ്റുണ്ടല്ലോ, ഇളം കാറ്റ്, ആ ഗുരുവിൻ്റെ ഒപ്പം നടന്നപ്പോൾ കിട്ടിയ വെട്ടം, വെളിച്ചം, ഞാൻ വിചാരിക്കുന്നു ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പുസ്തകം ആരും കാണാത്ത യുദ്ധങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് എക്സ്ട്രീംലി റിലേറ്റബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾ കടന്നുപോയ യുദ്ധങ്ങളോ, നിങ്ങൾ ജയിച്ച യുദ്ധങ്ങളോ, ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളോ, ഒരിക്കൽ വീണുപോയ യുദ്ധങ്ങളോ ആവാം. ഇതിനകത്ത് ഏതാണ് നിങ്ങൾ ഉപകാരപ്പെടുന്നത് പറയാൻ പറ്റില്ല. ഒരു കഥ വായിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് ചീളുക, ഞാൻ ഇത് ഈസിലി സർവൈവ് ചെയ്തതാണ്, വലിയ യുദ്ധം നമ്മൾ കണ്ടിട്ടുള്ളതാണെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ ഒടുവിൽ ഒരു 8ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ ചിലപ്പോൾ തോന്നും, ഇതെനിക്കിതൊരു ഉത്തരം കിട്ടാതിരുന്നൊരു യുദ്ധമാണല്ലോ, ഇതിലെ കഥാപാത്രത്തിന് കിട്ടിയ ഉത്തരം എനിക്ക് മാച്ച് ആവുന്നുണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ ഇന്നും കൂടി പോരാടേണ്ടിയിരിക്കും. ചിലരൊക്കെ
ഈ യുദ്ധം അവസാനിപ്പിച്ച് തോൽവി സംഭവിച്ച് രണാങ്കണത്തിൽ മനുഷ്യരുണ്ട്. അപ്പം ഇങ്ങനെ മനുഷ്യർക്ക് ഏത് പറഞ്ഞാൽ ഉപകാരപ്പെടും എന്നുള്ളതായിരുന്നു എൻ്റെ ക്രൈറ്റീരിയ. അതിൻ്റെ ബേസായിട്ട് ഞാൻ കൺസിഡർ ചെയ്ത് ഇതെനിക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് ഉപകാരപ്പെട്ടത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നാണ് അനുഭവങ്ങളെല്ലാം ചൂസ് ചെയ്തത്. ജോസഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യം അച്ഛനാവാൻ സെമിനാരിയിൽ പോയി, പിന്നെ ഒരു MNCയിൽ വിദേശത്ത് ജോലി ചെയ്തു, പിന്നെ റേഡിയോ ജോക്കിയായി, മോട്ടിവേഷണൽ സ്പീക്കറായി, എഴുത്തുകാരനായി, അങ്ങനെ പല തലങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ജീവിതം. അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാണ്? ഹൃദയത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സെമിനാരി ജീവിതമാണ്. സത്യം പറഞ്ഞാൽ സെമിനാറിലായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും അവിടുത്തെ ജീവിതം എൻജോയ് ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും ഒരു മൊമെൻറ്റ് പോലും ഞാൻ എൻജോയ് അങ്ങനെ ചെയ്തിട്ടില്ല. അനാവശ്യമായിട്ട് സംസാരിക്കാൻ പാടില്ല. റൂൾ ഓഫ് ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുമ്പോൾ സ്പൂണും ഫോർക്ക് ഉപയോഗിക്കണം, കൈ ഉപയോഗിക്കാൻ പാടില്ല. റൂൾ ഓഫ് സൈലൻസ്, റൂൾ ഓഫ് പ്രെയർ, റൂൾ ഓഫ് ടച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനിങ്ങനെ പിടിച്ച് കെട്ടപ്പെട്ട സ്ഥലത്തേക്ക് എങ്ങനെയും ഇവിടുന്ന് ചാടണം. എല്ലാവരും പറയൂലേ സെമിനാരി ചാടണം എന്നൊക്കെ. അതെ. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യർ സെമിനാരിൽ കണ്ടുമുട്ടിയ അച്ഛന്മാരാണ്. 10ാം ക്ലാസ് അച്ഛനായാൽ മതിയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അതിനുള്ളൊരു വിളിയില്ല. എൻ്റെ അന്ന് സെമിനാറിലായിരുന്ന റെക്ടറച്ചൻ പറഞ്ഞൊരു വാചകം ആണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. അച്ഛൻ പറഞ്ഞത്, മകൾ 100% ആഗ്രഹം ഉണ്ടെങ്കിലേ പള്ളിയിലച്ഛനാവാൻ വന്നാൽ മതി. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ഫോർ ഗ്ലോറി. ഗ്ലോറി എന്നൊരു സംഗതി ഇല്ല. ഒരു പള്ളിയിലച്ഛൻ്റെ എക്സാമ്പിൾ അച്ഛൻ പറയുന്നത്, ഒരു ക്രിസ്മസ് രാത്രി കരോളൊക്കെ കഴിഞ്ഞ് പള്ളിയൊക്കെ അടയ്ക്കും. രാത്രി പാതിര കുർബാനയ്ക്ക് വന്നവർ അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും അടുത്തേക്ക് ഇങ്ങനെ വേർപിരിഞ്ഞു പോകും. പള്ളിയിലെ കപ്പ്യാർ വാതിലെല്ലാം പൂട്ടി താക്കോല് അച്ഛൻ്റെ തരും. അവസാനം ആ കുരിശിൻ്റെ ചോട്ടിൽ ആ പുൽക്കൂടിൻ്റെ മുമ്പിൽ ഈ പുരോഹിതൻ തനിച്ചാണ്. ഒന്നും ആരും ഉണ്ടാവില്ല. ഗ്ലോറിയൊക്കെ പുറത്താണ് സ്തുതിയായിരിക്കട്ടെ വെച്ചാൽ അതിൻ്റെ അപ്പുറത്തോട്ട് പ്രൈവറ്റ് ബാറ്റിൽസ് നിരന്തരം ഉണ്ടാകുന്ന ഒരാളാണ് പുരോഹിതൻ. മക്കളെ ബി കെയർഫുൾ. 100% താല്പര്യം ഇല്ലെങ്കിൽ 99 ആണെങ്കിലും ലീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ തലയിൽ ഇങ്ങനെ എപ്പോഴും ഇരിക്കുമായിരുന്നു. പക്ഷേ 3 വർഷം എനിക്ക് വേണ്ടി വന്നു. ഒരിക്കലും അച്ഛനാവണമെന്ന് ഞാൻ കോൺഷ്യസ്ലി ആഗ്രഹിച്ചിട്ടില്ല. അപ്പനും അമ്മയ്ക്കും വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ഒരു അച്ഛനാവുന്നതിൽ കിട്ടാൻ സാധ്യതയുള്ള ഗ്ലോറിക്കും ബഹുമാനത്തിനും വേണ്ടി അച്ഛനാവുന്നല്ലാതെ ഒരു സേവനം, സ്നേഹം, ത്യാഗം കോൺസെപ്റ്റിൽ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. ഈ പണ്ട് കാലത്തൊക്കെ മക്കളെ ചില അപ്പന്മാർ സെമിനാറിൽ വിടുന്നത് നല്ല ഇംഗ്ലീഷ് പഠിക്കാനും പിന്നെ എറ്റിക്കറ്റ്സ് ഒക്കെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാനും ഒക്കെയാണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് അവിടുന്ന് ചാടുമെന്ന് ഉറപ്പോടുകൂടി സെമിനാറിൽ പോകുന്ന ആളുകളുണ്ട്. ഇതിനകത്തൊരു ഫൺ ഫാക്ടർ ഉണ്ട്. സെമിനാറിൽ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച എൻ്റെ അപ്പച്ചനാണ്. അപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരിക്കലും അപ്പനെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അപ്പം വന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പോൾ എന്നോട് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ അതേ കാര്യം പലരും പറഞ്ഞു, ഇംഗ്ലീഷ് പഠിക്കാൻ പോയതാണ്. അവിടെ എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് പുള്ളി കുറച്ചു കാലം കൂടി പഠിപ്പിച്ചു എന്നുള്ളതല്ലാതെ കൂടുതലായിട്ടൊന്നും എനിക്ക് സെമിനാറിൽ ഇംഗ്ലീഷ് കിട്ടിയിട്ടില്ല. ഞാൻ പറയട്ടെ, ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ മേഖല എന്ന് തോന്നിയത് ആ ഒരു മൊമെൻ്റ് ഏതാണ്? ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴാണ്. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ് അഭിലാഷ്. എനിക്ക് ഇപ്പോൾ LCF, ലസാഗു, HCF, ഉസാഗ, ഗുണനപ്പട്ടിക, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരു ഗുണനപ്പട്ടിക, 1/2 എന്ന് പറയുമ്പോൾ മുകൾ ഭാഗം അംശം, ന്യൂമറേറ്റർ താഴത്ത് ഛേദം, മിശ്രബിൻ എന്നൊക്കെ പഠിച്ച ഒരാളാണ് ഞാൻ. സെമിനാരിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷ് കിട്ടി. എൻ്റെ അപ്പം തന്നെ ഇംഗ്ലീഷ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് ബാംഗ്ലൂർക്കാണ്. അവിടെ എല്ലാം ഹൈഫ ഇംഗ്ലീഷാണ്. എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒരു പ്രസൻറ്റേഷൻ എല്ലാ വിദ്യാർത്ഥികളും ചെയ്യണം. അവരുടെ ക്വാളിറ്റി തിരിച്ചറിയാനാണ്. അതിൻ്റെ ബേസിസിൽ വിദ്യാർത്ഥികളെ ഒരു കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ എനിക്ക് എൻ്റെ നമ്പർ 8 ആയിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രസൻറ്റേഷൻ നടത്തിയേ മതിയാവും. എന്തെങ്കിലും സബ്ജക്റ്റ് എടുക്കാം, പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഞാൻ ടീച്ചർ പോയി പ്രൈവറ്റായിട്ട് കണ്ടു. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, എനിക്ക് ഇംഗ്ലീഷ് അത്ര അറിഞ്ഞുകൂടാ, എനിക്കൊരു സമയം തരണം. എന്നെ ലാസ്റ്റ് എപ്പോഴെങ്കിലും എന്നെ എൻ്റെ പ്രസിഡന്റ് വെക്കോ, നോ, പോളിസീസ് ആർ പോളിസീസ്, റൂൾസ് ആർ റൂൾസ്, യു ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത് ബാംഗ്ലൂർ. ചേട്ടൻ 2 കൂട്ടുകാരന്മാരാണ്, അവർക്ക് റാങ്ക് ഹോൾഡേഴ്സാണ്. അവരെനിക്കൊരു സ്പീച്ച് എഴുതി തന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. എനിക്കതിനകത്ത് ബോംബെ മാത്രം അറിയുന്നുണ്ടായിരുന്നുള്ളൂ അന്ന്. അത് എഴുതി തന്നത് ആനന്ദ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ പറഞ്ഞു. കൂടുതൽ മറ്റു ചേട്ടൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് 70%. ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു സ്പീക്ക്, ഇറ്റ്സ് ഓൾസോ അബൌട്ട് ഹൗ യു സ്പീക്ക്. അപ്പം നീ ഒന്ന് മൂവ് അറൗണ്ട് ചെയ്യണം, അവർക്കൊരു പോസൊക്കെ ഇടണം, കൈയും കാലൊക്കെ മൂവ് ചെയ്യണം. എന്നിട്ട് അവർ ട്രെയിൻ ചെയ്തു എന്നുള്ളതാണ് ശരിക്കും. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്പീച്ച് ട്രെയിനിങ്. അങ്ങനെ ഞാൻ ട്രെയിനിങ് കിട്ടി. ഞാൻ സ്റ്റേജിൽ കയറി, ഞാൻ പ്രസൻറ്റേഷൻ നടത്തി. അന്ന് 1 to 10 മാർക്കുകൾ അപ്പം പറയും. 07D 001 എന്ന ആൾക്ക് 7.5 out of 10, 07D 002 3.5 out of 10. എന്നെ 8 വിളിച്ചപ്പോൾ എനിക്ക് 10-ൽ 10 ആയിരുന്നു. നമ്മൾ ഷോക്ക്ഡ് ആയൊരു മൊമെൻ്റാണ്. ഞാൻ എന്തൊരു മിമിക്രി മോണാക്ട് കളിച്ചൊരു രാഗമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരു ടീച്ചർ പറഞ്ഞു, ദിസ് ഈസ് ദ ഐഡിയൽ വേ ടു മേക്ക് എ പ്രസൻറ്റേഷൻ, യു ഷുഡ് മൂവ് അറൗണ്ട്, ഷുഡ് ഗിവ് സം പ്രഗ്നൻറ്റ് പോസസ്. ഞാൻ ഈ പ്രഗ്നൻറ്റ് പോസ് പറയുമ്പോൾ ഞാൻ ഗർഭിണിയുടെ പോസ് എന്ന് പോലും ചിന്തിച്ചു. പ്രഗ്നൻറ്റ് പോസ് മീനിങ് ഫുൾ സൈലൻസ് ആണെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം വിദ്യാർത്ഥികളുണ്ട്, യു വെയർ ലൈക്ക് എ പ്രൊഫസർ, ഏത് സ്കൂളിലാണ് പഠിച്ചതെന്നൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി.
എനിക്ക് ആദ്യമായിട്ട് സിൻസിയറായിട്ടൊരു അപ്രീസിയേഷൻ, ഭയങ്കര രസമുണ്ട് നിന്നെ കേട്ടിരിക്കാൻ. ദാറ്റ് വാസ് എ മൊമെന്റ്. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഒന്നാണ്. ക്രൈസ്റ്റിലെ ലൈഫാണ് ഒരു സ്പീക്കറാക്കി മാറ്റിയത്. അബ്സല്യൂട്ട്ലി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രൊഫഷണലിലേക്ക് പോകും. ആ പ്രൊഫഷണലിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണല്ലോ പിന്നീട് RJ ആയിട്ടും സ്പീക്കറായിട്ടും ഒക്കെ വരുന്നത്. ആ ഒരു ഫേസ് എങ്ങനെയാണ്? ഞാൻ MBA പഠിക്കുമ്പോൾ ഞാൻ MBA തോറ്റ് സപ്ലൈ ഉള്ള ഒരാളാണ്. പക്ഷേ ആ സമയത്ത് MG യൂണിവേഴ്സിറ്റി RD സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാത്തതുകൊണ്ട് ഇൻ്റർവ്യൂവിന് വന്നൊരു സർട്ടിഫിക്കറ്റ് വെച്ചപ്പോൾ ആർക്കും കൊടുക്കാനില്ല. അപ്പോൾ എല്ലാവരും ഇരുന്നു, കൂട്ടത്തിൽ ഞാനും ഇരുന്നു. എന്നെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് അവർ അറിയുന്നത് ഞാൻ ഓൾറെഡി തോറ്റ ഒരാളാണ്, ഇന്റേണൽ പോലും പാസ്സായിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ക്രൈസിസ് ഒക്കെ ആയി. പക്ഷേ അവിടുത്തെ കാൻകോർ എന്ന് പറയുന്ന കമ്പനി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നീ എഴുതിയെടുക്കൂല്ലേ രണ്ടാമത് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ടീമിലേക്ക് എടുത്തു. എന്നെ ചൈനയിലേക്കാണ് വിട്ടത്. അവിടെ ഒരു സ്പൈസസിൻ്റെ എക്സ്ട്രാക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. അവിടെ ചെന്ന സമയത്ത് ലക്ഷറി ലൈഫാണ്. എനിക്ക് നാട്ടിലും സാലറി ഉണ്ട്, ചൈനീസ് സാലറി ഉണ്ട്, അവിടെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം, ഞാനൊരു ബോറടിച്ചപ്പോൾ ഒരു ബ്ലോഗ് സൈറ്റ് തുടങ്ങി എഴുതി. ബറീഡ് തോട്ട്സ് എന്നാണ് ഞാൻ ആ സൈറ്റിനിട്ട പേര്, എൻ്റെ ബ്ലോഗിനിട്ട പേര്. അന്നുണ്ടായ അനുഭവം എഴുതി കുറേ പേർക്ക് അയച്ചു കൊടുക്കണം. നല്ല രസം, നീ ഇനി എഴുതണമെന്ന് പറഞ്ഞു. അതാണ് എഴുത്തിൻ്റെ തുടക്കം. അങ്ങനെ ഈ 40 ബ്ലോഗുകളിൽ നിന്നൊരു 10-30 ചാപ്റ്റേഴ്സ് എടുത്തിട്ട് ഇറക്കിയതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം ബറീഡ് തോട്ട്സ്. അത് സെൽഫ് പബ്ലിഷ്ഡാണ്, ഞാൻ പൈസ കൊടുത്ത് ഇറക്കിയതാണ്. അത് എത്ര 100 കോപ്പിക്ക് വിറ്റ് പോകുന്നൊരു സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോലിയും പഠിത്തിരിക്കുമ്പോൾ ഞാൻ ജോലി അങ്ങ് രാജിവെച്ചു. പൊട്ട ഡിസിഷനാണ് നോക്കിയത്. അന്നേരം ജോലി രാജിവെക്കുമ്പോൾ അടുത്തത് എന്ത്? ഇല്ല, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് മാസം 75,000 രൂപ സാലറി ഉണ്ടായിരുന്നു 2016. നാട്ടിൽ നിന്ന് പോയി വരാവുന്ന ജോലി, ട്രാവൽ എല്ലാം, മൊബൈൽ, ലാപ്ടോപ്പ് ഒക്കെ ഫ്രീ, എല്ലാ ബില്ലും ഫ്രീ, ലക്ഷറിയസ് ലൈഫ്, ബ്ലെസ്സഡ് ലൈഫ്. പക്ഷെ ആനന്ദം എന്നൊരു സാധനം കിട്ടണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു 2017. അത് നമ്മുടെ നാട്ടിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെടുത്തി ഫേസ്ബുക്കിൽ ഐ ആം ദ ചേഞ്ച് എന്ന് പറഞ്ഞ് ഞാൻ അന്നൊരു സെക്ഷുവാലിറ്റിയെ കുറിച്ചാണ്, ഞാൻ റേപ്പിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആ ഇവൻറ്റിനെ കുറിച്ചോ അതിൻ്റെ പുറകിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെയല്ല. എന്തുകൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നു? അതിനകത്ത് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയേക്കാൾ നാണം കെടേണ്ടത് റേപ്പ് ചെയ്യപ്പെട്ടവനല്ലേ എന്നൊക്കെയുള്ളൊരു രീതിയിലൊരു സാധനം. എനിക്ക് അന്ന് വായിച്ച പുസ്തകങ്ങളും അറിവും വെച്ച് ഞാനൊരു വീഡിയോ ഇട്ടു, ഭയങ്കര വൈറലായി. അഞ്ജലി മേനോൻ ഷെയർ ചെയ്തു, വനിത ഷെയർ ചെയ്തു, മാതൃഭൂമി ടിവിയുടെ അന്നത്തെ ഫേസ്ബുക്ക് പേജ് ഇത് ഷെയർ ചെയ്തു. അങ്ങനെ എനിക്ക് റേഡിയോന്ന് കോൾ വന്നതാണ്, RJ ആവാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണ് RJ. അതെ, നമ്മുടെ വോയിസ് ടെസ്റ്റിന് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു ക്രീ വോയിസ് ആണിത്, ഇത് RJക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ പ്രോഗ്രാമിംഗ് ഹെഡായിട്ടുള്ള ആൾ അതിന് സ്മിത വൈദേഹി എന്നാണ് അവരുടെ പേര്. അവർ പറഞ്ഞു ആളുടെ കോണ്ടന്റ് നല്ലതാണ്, നമുക്ക് കോണ്ടന്റ് വെച്ചൊന്ന് കുറച്ചാൾ ഓടിച്ച് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ എടുത്തതാണ്. എന്നോട് എൻ്റെ ഹെഡ് പറയുന്നത് ഈ ഉള്ളിൽ കൊള്ളുന്ന കഥകൾ പറ, സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട്, അതിനാണ് അതിന് പേരിട്ടത്. ആ ഷോ കൊച്ചിയിൽ ഹിറ്റായി, മെല്ലെ അത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു, പിന്നെ അത് കോഴിക്കോടായി, ബഹ്റിനിലായി, ഖത്തറിലായി. അങ്ങനെ ഒരു RJ എന്ന നിലയിൽ എന്നെ ടോക്കുകൾക്ക് വിളിക്കാൻ തുടങ്ങി. എൻ്റെ ആദ്യത്തെ പബ്ലിക് ടോക്ക് പോലും വരുന്നത് എന്നെ സെൻറ്റ് തെരേസാസ് കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്. മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച് സംസാരിക്കാനാണ്. എനിക്കതിൽ ഒരു ആണിനെ വിളിക്കാൻ ട്രോളാണോ സ്പാമാണോ പോലും ഞാൻ കരുതിപ്പോയി. പക്ഷെ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞതൊന്ന് വീഡിയോ എടുത്തു. അന്ന് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഇല്ല, കോണ്ടന്റ് കോപ്പിറൈറ്റ്സും ഇല്ല. എല്ലാവരും എടുത്ത ആ വീഡിയോ ഷെയർ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു പബ്ലിക് സ്പീക്കറായ ആളുകളുടെ മുമ്പിൽ. അതിനെനിക്ക് ഇൻവിറ്റേഷൻസ് വരാൻ തുടങ്ങി. ആ തരത്തിൽ നോക്കിയാൽ ഒരു ആക്സിഡന്റൽ സ്പീക്കറാണ്. മൈ ലൈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ കോയിൻസിഡൻസ് ഓഫ് ആക്സിഡൻസ് എന്നാണ്. ഒന്നും ആഗ്രഹിച്ചിട്ടില്ല അഭിലാഷ്, ലിറ്ററലി ഒന്നും. ഇപ്പോൾ ഞാനിന്ന് ഇൻ്റർവ്യൂ തുടങ്ങിയേക്കാളും ഞാൻ അഭിലാഷോട് പറഞ്ഞു, നിങ്ങളാൽ ഇൻ്റർവ്യൂ ചെയ്യപ്പെടാൻ മാത്രം ഞാൻ അഭിലാഷിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതുമല്ല, ഞാൻ എന്നെ താത്തി കെട്ടുന്നതുമല്ല. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന മനുഷ്യരെ എനിക്കറിയാം. നിങ്ങളുടെ മുമ്പിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആൾ സംഹൗ ഐ ആം ഹിയർ. എനിക്കത് ഒരു സ്യൂഡോ ഹ്യൂമിലിറ്റി പോലും അല്ല, എൻ്റെ ചങ്കി കൊണ്ടാണ് ടച്ച് ചെയ്തിട്ട് ഞാൻ പറയുന്നത് സംഹൗ ഐ ആം ഹിയർ. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അതിനുശേഷം ഒരു ബെസ്റ്റ് സെല്ലർ വന്നു, 2 ബെസ്റ്റ് സെല്ലേഴ്സ് വന്നു, വലിയ തോതിൽ കോപ്പികൾ, 1 ലക്ഷത്തിന് മുകളിൽ. ദൈവത്തിന്റെ ചാരന്മാർ എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിന് 2 ലക്ഷമായി, 2 ലക്ഷത്തോളം കോപ്പികൾ പോയി. പ്രത്യേകിച്ച് യൂത്ത് നല്ലതുപോലെ പുസ്തകം വായിച്ചു. അപ്പോൾ ആ നിലയ്ക്ക് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ സാഹിത്യോത്സവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. KLF-ൽ ഒരു തവണ വലിയ ക്രൗഡ്, എനിക്ക് തോന്നുന്നു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിന് കിട്ടുന്നതിനേക്കാളും വലിയ ക്രൗഡ് കിട്ടുന്നു. അവർ വളരെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ സ്പീച്ചസ് കേൾക്കുന്നു, ഒരു സെലിബ്രിറ്റിയായി മാറുന്നു. അപ്പോൾ ആ ലൈഫിനെ എങ്ങനെ ഉൾക്കൊണ്ടു? എനിക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും നമ്മൾ എത്തുന്നിടപ്പോൾ പറഞ്ഞാൽ ഞാൻ KLF-ന് എപ്പോൾ പോകുമ്പോഴും വലിയ ജാം പാക്ഡ് ക്രൗഡാണ്. അപ്പോൾ നമ്മൾ കാഫസിന് പോയപ്പോഴും വലിയ ക്രൗഡ് നമ്മൾ കേൾക്കാതിരിക്കുന്നത്. അതിനകത്തൊരു 60 വയസ്സുള്ളൊരു ചേട്ടൻ ഇന്നലത്തെ എഴുന്നേറ്റ് ബുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ മകളാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് എന്താണ് എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടി വായിച്ച് ഞാൻ നിങ്ങളുടെ ഫാനായി, എനിക്കൊരു ഒപ്പിട്ട് തരുന്ന നോക്കുമ്പോൾ നമുക്കൊരു പിടുത്തം കിട്ടണില്ല. 65-ലുള്ള ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ് ഞാൻ എഴുതിയത് എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ചിലപ്പോൾ ഒരു വരിയായിരിക്കും ഒരാളെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. പിന്നെ ഈ ആളിൽ സെൽഫി എടുക്കാൻ വരുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മയും അപ്പനും ഉണ്ട്.
അപ്പൻ ഈ പബ്ലിക് ലൈഫ് കൊതിയോടെ കാണുന്ന ഒരാളാണ്. മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ഫേമസ് ഞാനാണെന്ന് കരുതുന്ന ഒരാളാണ് എൻ്റെ അപ്പൻ. അമ്മ എന്ന് പറയുന്നത് യു ആർ സ്റ്റിൽ നത്തിങ് ജോസഫ്, സ്റ്റിൽ നത്തിങ്. എന്ന് വെച്ചാൽ എന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റിന് ആദ്യമായിട്ട് KLF വിളിച്ചപ്പോൾ അമ്മ എന്നോട് ചോദിച്ച ചോദ്യം, അവിടെ നിന്നെ എന്തിനാ വിളിക്കണേ, നിന്നെ എന്ത് കണ്ടിട്ടാണ് വിളിക്കണേ? അപ്പം ഞാൻ പുസ്തകമൊക്കെ എഴുതിയില്ലേ രണ്ടോ, അപ്പോൾ എൻ്റെ DC ഓതർ ആയതുകൊണ്ട് എന്നെ വിളിച്ചതായിരിക്കും. കാഫസ്റ്റിന് മാതൃഭൂമി തന്നെ എന്തിനാ വിളിക്കുന്നത്? നമ്മൾ ഡൗട്ടാവണം, എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ യൂത്ത് അല്ലേ ഇങ്ങനെ. അതുപോലെ ഈ ടോക്കുകൾക്ക് ഞാൻ പൈസ പറയുമ്പോൾ നീ വാങ്ങിക്കുന്ന പൈസയുടെ അത്രയും നീ കൊടുക്കണുണ്ടോ അവിടെ? ഐ സ്റ്റിൽ ഡോണ്ട് നോ. ഞാൻ ആ അമ്മ എൻ്റെ ഉള്ളിലുണ്ട്, എന്നിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അമ്മയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഒരുപാട് പരിപാടികൾക്ക് സ്വാഭാവികമായി ഇൻവൈറ്റ് ചെയ്യപ്പെടും. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രോഗ്രാംസും ഉണ്ട്. പക്ഷേ എല്ലാ പ്രോഗ്രാംസിനും പോകാനൊന്നും പറ്റില്ല സ്വാഭാവികമായിട്ടും. എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ, എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? നമ്മൾ മെയിൽ വഴിയേ എല്ലാ പ്രോഗ്രാംസും എടുക്കാറുള്ളൂ, ഫോൺ വഴി ഒന്നും എടുക്കാറില്ല. ഞാൻ മെയിൽ ഐ ഡി ബയോയിൽ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്, ടു ബുക്ക് എ ടോക്ക് ഷോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ആർട്സ് ഡേ ഇനാഗ്രേറ്റ് ചെയ്യാൻ ഞാൻ നല്ലൊരു സെലിബ്രിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു പക്ഷേ അവർ എന്നോട് പറയും, ചേട്ടൻ ബുള്ളറ്റിലാക്കി ചേട്ടനെ കൊണ്ടുവരുന്നത്, അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഡാൻസ് കളിക്കുന്നത്. ഞാൻ പറഞ്ഞു, എടാ എനിക്കത് അറിഞ്ഞുകൂടാ, എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറയുകയാണെങ്കിൽ സാർ, ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ക്ലബ്ബുണ്ട് ഞങ്ങളുടെ കോളേജിൽ. ഒരു 1 hour മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊരു ടോക്ക് കൊടുക്കാൻ ഞാൻ പോകാറുണ്ട്. ടീച്ചേഴ്സിന് ഒരു വിദ്യാർത്ഥി പെർസ്പെക്റ്റീവ് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ മരീൻ കോളേജ് കുട്ടിക്കാലത്ത് ഒരു 1500 ടീച്ചേഴ്സിന് ഒരു സെഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ യൂത്തിന് നടുക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. മാസത്തിൽ മാക്സിമം 3 ഇവൻ്റ് അല്ലെങ്കിൽ 4 ഇവൻ്റ്. അതുപോലെ പോകുന്ന ടോക്ക് ഷോയുടെ വീഡിയോസ് ഞാൻ എങ്ങും ഇടാറില്ല. എപ്പോഴും പറയുന്നത് അവൈലബിൾ ഓൺലി ലൈവ് എന്നാണ്. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റും ഫെസ്റ്റും ഒക്കെ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് വരാണ്ട് ഞാൻ എടുക്കുന്ന ടോക്ക് സെഷൻ അല്ല. അത് ഈ പണ്ട് നമ്മുടെ മിമിക്രി വലിയ തോതിൽ സക്സസ് ആയിരിക്കുന്ന സമയത്തും അപ്പം മിമിക്രിക്കാർക്ക് അവരുടെ കണ്ടന്റ് പല സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ വീഡിയോ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ സ്പീക്കേഴ്സിനും ആ പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. അതിനകത്ത് വീഡിയോ ഇത് കണ്ടുപോകുന്നു എന്നതിനേക്കാളും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നതിനേക്കാൾ അടിപൊളി ഇങ്ങനെ ഇരുന്ന് അയാളെ കേൾക്കാൻ വേണ്ടി വന്ന് കേൾക്കുമ്പോഴാണ്. ഏതൊരു കാര്യം പണ്ടൊരാളോട് ഒരു ഗുരുവിനോട് ചോദിച്ചു, എന്താണ് ഈ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നത്? ദൈവം എല്ലായിടത്തും ഒരുപോലെയാണെന്നല്ലോ പറഞ്ഞത്, പിന്നെ നമ്മൾ ഈ പള്ളിയിലും അമ്പലത്തിലും പോകണേ? അപ്പോൾ ഗുരു പറഞ്ഞു, ദൈവം എല്ലായിടത്തും ഒരുപോലെയാണ്, പക്ഷെ നീ എല്ലായിടത്തും ഒരുപോലെയല്ല എന്ന് പറയുന്ന പോലെ നമ്മളൊരു കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന എൻവയോൺമെൻറ്റ് മാറ്റേഴ്സ്. ഇപ്പം ഞാൻ ചില സമയത്ത് എൻ്റെ പുസ്തകം എഡിറ്റ് ചെയ്യുന്നത് പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടാണ്. വീടിൻ്റെ അടുത്തൊരു ആശ്രമമുണ്ട്, അവർ ഭയങ്കര വെൽക്കമിങ്ങാണ്. അവിടെ ഒരു കുമ്പസാരക്കൂടുണ്ട്, അതിൻ്റെ പലകയിൽ ഞാനിങ്ങനെ ചാരിയിരിക്കും. പള്ളിയിൽ ആരുമില്ലാത്ത സമയം കർത്താവ് കുറച്ച് ശിഷ്യന്മാർ ഇരിക്കുന്ന ഞാൻ ചുമച്ചാൽ 3 തവണ എൻ്റെ ചുമ കേൾക്കാവുന്ന അത്ര എക്കോ. അവിടെ ഇരുന്നിട്ട് തണുപ്പിലിരുന്ന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അതിനകത്ത്. ചില സമയത്ത് ഫൈനൽ റൗണ്ട് എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കെയോസ് ഉള്ള സ്ഥലത്ത് വരികയും ചിലപ്പോൾ കുറച്ച് ബഹളമൊക്കെ ഉള്ള സ്ഥലത്ത് ഫൈനൽ ഞാൻ എഴുതിയ സാധനം ഒരു 6ാമത് 7ാമത് വായിക്കുമ്പോൾ ഇടയ്ക്ക് ചായ കുടിച്ച ആൾക്കാരെ കണ്ട് വായിക്കുമ്പോൾ അതിന് വേറൊരു ത്രില്ലുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു ഇതിനെ കേൾക്കുന്നു എന്നുള്ളത് ഇറ്റ് മാറ്റേഴ്സ്. കോണ്ടന്റ് ലൂസ് ആവുന്നുള്ളതൊരു ചിന്ത തന്നെയാണ്. പക്ഷെ മാത്രമല്ല, ചില കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിലൂടെ പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞാൽ അത് എവിടെന്നോ കട്ട് ചെയ്താൽ ഒറിജിനൽ വീഡിയോ ചെയ്തതിനേക്കാളും അതുണ്ടാക്കാമായിരുന്ന നന്മയേക്കാളും ഈ ഒരു കട്ട് ചെയ്ത സാധനം ഉണ്ടാക്കുന്ന തിന്മ ഭീകരമാണ്. ഒരാൾക്ക് പോലും മുഴുവൻ കേൾക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടയ്ക്ക് ഒരു ലൈവ് എക്സാമ്പിൾ KLF പോയപ്പോൾ ഞാനൊരു ചാവറ മാട്രിമോണിയുടെ ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു. പണ്ട് 2018 ചാവറ മാട്രിമോണിയിൽ നിന്ന് എനിക്കൊരു ലേഡി വിളിച്ചിട്ട് വിവാഹം നോക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അവരത് നോക്കുന്നില്ല. അതെന്താ, പ്രായമായില്ലേ? അപ്പോൾ എനിക്കറിയില്ല ഇവർക്ക് എങ്ങനെ നമ്പർ കിട്ടിയെന്ന് നോക്കി. പറഞ്ഞു, എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം തിരഞ്ഞെടുക്കണം, ഞാൻ എന്തായാലും അറേഞ്ച് മാരേജ് പോകുന്നില്ല, ഐ മീൻ ലവ് ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ അറേഞ്ച് മാരേജ് എന്ന് ഞാൻ പറഞ്ഞു. 2024 ഓഗസ്റ്റിലാണ് ഞാൻ വിവാഹം കഴിച്ചത്. പെൺകുട്ടി ചാവറ മാട്രിമോണിയിൽ നിന്നായിരുന്നു. അറേഞ്ച് മാരേജ് ആയിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, സ്റ്റേ ഹംബിൾ ജോസഫ്, സ്റ്റേ ഹംബിൾ. നമ്മുടെ എല്ലാ വിശ്വാസവും ശരിയാവണമെന്നില്ല. ഇതായിരുന്നു ഒരു 1 hour ടോക്കിൽ ഞാൻ പറഞ്ഞ ഒരു കോണ്ടന്റ്. ഇതാണ് അതൊരു പീസ് എടുത്ത് ഞാൻ ഈ ചാവറമാട്ടോട് അഭിലാഷോട് പറഞ്ഞ അത്രയും കാര്യം ഞാൻ ഇൻസ്റ്റഗ്രാമിലിട്ടു. അപ്പോൾ അതിന് താഴ്ത്തുന്ന കമൻറ്റ് കണ്ട അയാളിപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഒരു മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്ത ഒരു കഥയുടെ ഒരു ബ്രിക്ക് മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ ശരിയാണെന്ന് വാശി പിടിക്കരുത്. നിസ്സാരരായ മനുഷ്യരുടെ മുമ്പ് നമ്മൾ ചിലപ്പോൾ തലയിടിച്ച് വീഴും. ആ എസെൻസ് പലർക്കും കിട്ടുന്നില്ല.
പുസ്തകങ്ങൾ ധാരാളം വിറ്റഴിയുന്നു, ഒരുപാട് വായനക്കാരുണ്ടാകുന്നു, ടോക്ക് ഷോകൾക്ക് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഒരാൾക്ക് ഞാനൊരു സൂപ്പർമാനാണെന്ന് തോന്നാം, ഒരു തലക്കനമൊക്കെ സ്വാഭാവികമായിട്ട് വരാം. അതിപ്പോൾ ആരുടെയും കുഴപ്പമൊന്നുമല്ല. എപ്പോഴെങ്കിലും അങ്ങനെ ഞാൻ ഒരു സൂപ്പർ ഹീറോയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ആദ്യകാലങ്ങളിൽ നമ്മളെ ആളുകൾ തിരിച്ചറിയാനൊക്കെ തുടങ്ങിയപ്പോൾ സൂപ്പർ ഹീറോ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എന്തോ ആയി എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ എൻ്റെ അപ്പച്ചൻ ഇടയ്ക്കൊന്ന് പറയും, എടാ നീ ഇന്നലെ ഇട്ട വീഡിയോന് 1 lakh വ്യൂസ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ എടാ 1 ലക്ഷം ആൾ നിൻ്റെ വീഡിയോ കണ്ടു. ഞാൻ പറഞ്ഞു അപ്പോൾ 1 ലക്ഷം ഈസ് പീനട്സ്. അപ്പം ബാക്കിയുള്ളവരുടെ വീഡിയോസ് എടുത്ത് നോക്കി. പണ്ട് 1 ലക്ഷം ഭയങ്കര ആനയാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ഒരു ആരോ ആണെന്ന് ഇപ്പം എനിക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ ആം ഐ ഹിയർ എന്നുള്ളത്. ആരും കാണാത്ത യുദ്ധങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ പ്രതീക്ഷകളുണ്ടാവും. ആ പുസ്തകം വാങ്ങിക്കുന്ന ഒരാൾക്ക് ഓദർ എന്നുള്ള നിലയിൽ നിങ്ങളിത് വായിച്ചാൽ എന്ത് കിട്ടും എന്നാണ് പറയാനുള്ളത്? ഇന്നത്തെ കാലത്ത് മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്തേക്കാൾ അടിപൊളിയാണ് ഒരു ബുക്കിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം. അതിപ്പോൾ ഒരു സിനിമ കാണാൻ നിങ്ങൾ 150 രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയി ഇരുന്നാലും 150 രൂപയുടെ ഒരു പുസ്തകം വാങ്ങിച്ചാലും നല്ലതാണ്. കുറച്ച് സമയം നമ്മൾ പുസ്തകം നോക്കിയിരിക്കും. ആ നേരത്ത് നമ്മൾ കുറച്ചുകൂടി സൈലൻ്റ് ആയിരിക്കും. കുറച്ചുകൂടി സൈലൻ്റ് ആയാൽ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ പേഴ്സൺ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ആരും കാണാത്ത യുദ്ധങ്ങൾ ഞാൻ കടന്നുപോയ, എന്നെ വിശ്വസിച്ച് എന്നാൽ തനിക്ക് വേണമെങ്കിൽ ഇത് ലോകത്തോട് പറയാം, എൻ്റെ പേര് പറയാതെ എന്ന് പറഞ്ഞ് ചില മനുഷ്യർ പറഞ്ഞ കഥകൾ, ഏറ്റവും നല്ല കഥകൾ ക്രോഡീകരിച്ച് എഴുതിയൊരു പുസ്തകം. വെറും 18 കഥകൾ അതിനകത്തുള്ളൂ. കഥകൾ എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ നടന്നതാണ്. ഒരു കഥയുടെ ഒരു ടോണാലിറ്റി അതിനുണ്ട്. ജീവിത കഥകളുടെ ഒരു ഇതുണ്ട്. കഥ പറയും പോലെ ജീവിതം എഴുതിയിരിക്കുന്നു. നിങ്ങൾ നിശബ്ദമായി എവിടെയെങ്കിലും ഇരുന്ന് വായിക്കുമ്പോൾ ഒരു സെൽഫ് ഒബ്സർവേഷൻ ഉണ്ടാവും, ഒരു സെൽഫ് ഓഡിറ്റ് നടക്കുമായിരിക്കും. ആ പുസ്തകം വായിച്ചതിന് ശേഷം ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാവും. യു മൈറ്റ് ബിക്കം എ സ്ലൈറ്റ്ലി ബെറ്റർ ഹ്യൂമൻ ബീയിങ്. അതാണ് വാഗ്ദാനം എനിക്ക് തോന്നുന്നു. അപ്പോൾ നേരത്തെ തന്നെ പലതവണ റീഡ് ചെയ്യുന്ന കാര്യം, പലതവണ എഡിറ്റ് ചെയ്യുന്ന കാര്യം ഒക്കെ പറഞ്ഞു. സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ സജഷൻസ് പറഞ്ഞാൽ, അതല്ലെങ്കിൽ എഡിറ്റ് നിർദ്ദേശിച്ചാൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുമോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി? എങ്ങനെയാണ്? കാമ്പുള്ള ആശയങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു വന്നിട്ട് ഞാൻ പൊതുവെയുള്ള മൂവി റിവ്യൂവേഴ്സിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അത് നിവിൻ പോളി, ബോബി സഞ്ജയൊക്കെ ഷെയർ ചെയ്തായിരുന്നു. അവരുടെ ബേബി ഗേൾ എന്നൊരു പടം ഇറങ്ങിയായിരുന്നു. ഞാൻ റിവ്യൂസ് ഒന്നും കാണാൻ പോയത്. പടം എനിക്ക് വർക്കായി, എൻ്റെ ഭാര്യയ്ക്കും വർക്കായി. തിരിച്ചു വന്നപ്പോൾ ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ വലിച്ചു കയറുന്ന രീതിയിലേക്കാണ് പ്രശസ്തരായ റിവ്യൂവേഴ്സൊക്കെ. ഇപ്പം ഞാൻ എനിക്ക് 150 രൂപ കൊടുത്തൊരു 12 കോടി രൂപയുടെ സാധനം നമുക്ക് കിട്ടുക വെറും 150 രൂപയ്ക്ക്. സിനിമ നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടതാണ്, കണ്ടവൻ്റെ ആസ്വാദനം കണ്ട് ആസ്വദിക്കേണ്ടതല്ല. ഇത് ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ജോസഫ് വളരെ നല്ലൊരു, ഇത് പറയപ്പെടേണ്ട ഒരു കാര്യമാണ്, പക്ഷെ കണ്ടവൻ്റെ എന്നുള്ളതൊന്ന് മാറ്റി സിനിമ കണ്ടവൻ്റെ എന്നാക്കി. കണ്ടവൻ്റെ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ആക്ഷേപം അതിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഉദ്ദേശിച്ചതും സിനിമ കണ്ടവൻ്റെ തന്നെയാണ്, പക്ഷെ എഴുതിയപ്പോൾ കണ്ടവൻ്റെ എന്നായിപ്പോയി. കണ്ടവൻ്റെ ആസ്വാദനം എന്നുള്ള ടോൺ അതിനുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് തിരുത്തി എഴുതി. സിനിമ കണ്ടാസ്വദിക്കേണ്ടതാണ്, അല്ലാതെ സിനിമ കണ്ടവൻ്റെ ആസ്വാദനം കണ്ടാസ്വദിക്കേണ്ടതല്ല. സിനിമ കണ്ടാസ്വദിച്ചവൻ്റെ ആസ്വാദനം കണ്ട് സിനിമ കാണണമെന്ന് തീരുമാനിക്കുന്നത് ChatGPT ചോദിച്ചൊരു പ്രണയലേഖനം എഴുതുന്നതിന് തുല്യമാണ്. നമ്മുടെ ബ്രെയിനെ റെസ്പെക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി. ഇതിനകത്ത് ഈ ആർട്ടിക്കിളിൽ ഒരു സുഹൃത്ത് പറഞ്ഞ കറക്ഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. എന്താണ് യഥാർത്ഥ നല്ല രീതിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ രീതിയിൽ ഞാൻ പലതവണ വായിക്കും, പലരെയും നിന്ന് അഭിപ്രായം എടുക്കും, വീട്ടുകാരിൽ നിന്ന് അഭിപ്രായം എടുക്കും, ഞാൻ തന്നെ ഒരു പലതവണ വായിക്കും. അങ്ങനെ കുറേ ഒരു ഫിൽറ്റേഴ്സിലൂടെ പോയിട്ടാണ് അത് കുറേ കൂടി പ്യൂരിഫൈഡ് ആവുന്നു. ഞാൻ ഒത്തിരി ഫിൽറ്റേഴ്സിലൂടെ കടത്തി വിട്ടിട്ടാണ് ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിലാണ് വായനക്കാരൻ നൽകുന്നത് എന്നാണ് തോന്നുന്നത്. എല്ലാവരും മെത്തഡോളജി ഐ ഡോണ്ട് നോ. എന്തായാലും ആരും കാണാത്ത യുദ്ധങ്ങൾ വായിക്കാൻ ഞാനും കാത്തിരിക്കുകയാണ്. ഒരുപാട് അനുവാചകർ ഉണ്ടാവട്ടെ, മറ്റ് 2 പുസ്തകങ്ങളെ പോലെ തന്നെ ബെസ്റ്റ് സെല്ലർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.